പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും ലഹരിവിരുദ്ധ പരിപാടിയും നടത്തി. ലോക ലഹരിവിരുദ്ധ ദിനത്തിലായിരുന്നു ലഹരിക്കെതിരെ ഗോൾ ഷൂട്ടൌട്ട് മത്സരവും ബോധവൽക്കരണ ക്ലാസും. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക, ലഹരി വസ്തുക്കളുടെ കടത്തും ഉറവിടവും കണ്ടെത്തി ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സർക്കാർ രൂപം നൽകിയ വിമുക്തി മിഷന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പിലിക്കോട് പടുവളം CRC ലൈബ്രറി വായനാ പക്ഷാചരണത്തോടൊപ്പം ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചത്. ലോക ലഹരിവിരുദ്ധ ദിനത്തിലാണ് പൊതുജനങ്ങൾക്കായി ലഹരിക്കെതിരെ ഗോൾ എന്ന പേരിൽ ഷൂട്ടൌട്ട് മത്സരവും ഒപ്പം വിമുക്തി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി ലഹരി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ വിമുക്തി മെന്ററും പ്രിവന്റീവ് ഓഫീസറുമായ P. ഗോവിന്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരി എന്താണ്, ലഹരി എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്, അത് സമൂഹത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത്, അത് യുവാക്കളെയും വിദ്യാർത്ഥികളെയും കടന്നു ചെല്ലുന്നത് എങ്ങനെയാണ് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ലഹരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അധികം വരുന്ന ചിന്ത എന്ന് പറയുന്നത് മനസ്സിൻ്റെ എന്തോ ഒരു സംഭവമാണ്. ലഹരിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? കാണുമ്പോഴും ഉപയോഗിക്കുമ്പോഴും വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്നത് എന്തും ലഹരിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ ലഹരിയാണെങ്കിലും കളികൾ ലഹരിയാണ്. ക്ലാസ് ആ രൂപത്തിൽ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ കളികൾ, എഴുത്ത്, വായന പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ലൈബ്രറി വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ലൈബ്രറി ഏറ്റെടുത്ത് നടത്താനുള്ള കാരണം വായനാ പക്ഷാചരണത്തിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം. ചടങ്ങിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് C. കുഞ്ഞമ്പു അധ്യക്ഷനായി. ലൈബ്രറി സെക്രട്ടറി PV പ്രഭാകരൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം C. സുകുമാരൻ നന്ദിയും പറഞ്ഞു. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ കാർത്തിക് അരവിൽ ഒന്നാം സ്ഥാനം നേടി. ലഹരിയുടെ വിപത്തുകളെക്കുറിച്ച് നാടിനെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ പ്രദേശത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.